ഹായ് നമസ്കാരം, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ആക്ച്വലി 2007 നമ്മളുടെ RPF ഉണ്ടല്ലോ, റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ്, അതിൽ ജോയിൻ ചെയ്തതാണ്. ഏകദേശം 2019 ആയപ്പോൾ ഞാൻ ജോലി ക്വിറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതിനിടയിൽ തന്നെ 2014 മുതൽ ഞാൻ ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നോർത്തിലായിരുന്നു എൻ്റെ ഈ ഒരു ജോബ്, അതായത് മുക്കാൽ ഭാഗവും അവിടെയായിരുന്നു. അപ്പം അവിടെ നിന്ന് തന്നെയാണ് ആദ്യത്തെ ഇൻഫർമേഷനൊക്കെ നമുക്ക് ഇതിനെക്കുറിച്ച് കിട്ടുന്നതും അതുപോലെ അത് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്നതും. ആ സമയത്ത് നമുക്കിവിടെ ഇത്രയും ഇൻഫർമേഷൻസോ കാര്യങ്ങളോ ഒന്നും അവൈലബിൾ ആയിരുന്നില്ല. അതായത് യൂട്യൂബ് ചാനൽ നോക്കിക്കഴിഞ്ഞാൽ മലയാളത്തിൽ ഒരു യൂട്യൂബ് ചാനൽ പോലും ആ സമയത്ത് ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ളത് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒന്നും അറിയത്തില്ലാതെ 2014 മുതൽ സ്റ്റാർട്ട് ചെയ്തു. 2014 സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് ഏകദേശം 5-6 മാസം കഴിഞ്ഞാണ്, അതായത് ട്രേഡ് ഒക്കെ ചെയ്യുമല്ലോ ദിവസം, 5-6 മാസം കഴിഞ്ഞാണ് ഇതിൻ്റെ പുറകിൽ ചാർട്ട് എന്ന് പറയുന്ന ഒരു സംഭവം കൂടി അനലൈസ് ചെയ്യണമെന്ന് മനസ്സിലാക്കിയത്. അതിന് മുമ്പ് ജസ്റ്റ് ഓപ്ഷനാണ് ചെയ്യുന്നത്. അന്ന് നിഫ്റ്റിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ചെയ്യുമായിരുന്നു. അപ്പം ഡെയിലി പുട്ട് ഓപ്ഷനും കോൾ ഓപ്ഷനും നോക്കും. ഇത് ഏതെങ്കിലും ഒരെണ്ണം കൂടുതൽ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റേ സൈഡിൽ അടുത്തത് വർക്കാവുന്നുള്ളൊരു ഇതുണ്ടല്ലോ, ആ ഒരു രീതിയിലാണ് അന്നൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്ത് വളരെ എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ട്രേഡിങ്ങിനെ കുറിച്ച്. അപ്പം ഞാൻ ഈ ലോണും കാര്യങ്ങളൊക്കെ എടുത്ത്, അതായത് പേഴ്സണൽ ലോണും കാര്യങ്ങളൊക്കെ എടുത്ത് തന്നെ ട്രേഡിങ് ചെയ്തിട്ടുണ്ട് ഒത്തിരി. ഓക്കെ, അപ്പോൾ നമ്മൾ ഗവൺമെൻറ്റിലായതുകൊണ്ട് തന്നെ നമുക്ക് ലോണിനൊന്നും യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ലതാണ്. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെയൊക്കെ കയ്യിൽ നിന്നാണെങ്കിലും നമ്മൾ ക്യാഷൊക്കെ എടുത്ത് നമ്മൾ നോർമലി ഈ ഒരു ക്യാപിറ്റൽ ബിൽഡ് ചെയ്യാൻ വേണ്ടിയൊക്കെ നമ്മൾ ചെയ്യുമല്ലോ നോർമലി. അപ്പം അങ്ങനെയൊക്കെ ചെയ്ത് ഒത്തിരി ലോസൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു ടൂള് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ഇതിൻ്റെ ഒരു ബേസിക് മോഡൽ 2019 തന്നെ ഞാൻ ഇറക്കിയിട്ടുണ്ട്. ഓക്കെ, ആ സമയം മുതൽ ഇങ്ങോട്ട് നമ്മൾ ഇതിനെ എല്ലാ ദിവസവും പോളിഷ് ചെയ്ത് എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇപ്പം എന്തൊക്കെ ഇൻഫർമേഷൻസ് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റിലൊരു എഡ്ജ് കിട്ടും എന്നുള്ളൊരു സംഭവം നമ്മളിങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുമല്ലോ എപ്പോഴും. ഇപ്പം നമ്മളിപ്പം ഒരു എൻട്രി ഇവിടെ എടുത്തു കഴിഞ്ഞാൽ അത് SL അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ റീസണും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കും നോർമലി. അങ്ങനെ നമ്മൾ ഓരോ ദിവസത്തെ എല്ലാ ദിവസവും നമ്മളിങ്ങനെ ലൈവ് മാർക്കറ്റിൽ ട്രൈ ചെയ്ത് പല കാര്യങ്ങൾ നമ്മളിതിൽ ആഡ് ചെയ്ത് ഏകദേശം ഒരു 6 വർഷത്തെ ടൈം എടുത്ത് കാണും ഇത് മൊത്തത്തിൽ ഇങ്ങനെ നിങ്ങളിപ്പോൾ കാണുന്ന രീതിയിൽ ഇതിനെ ആക്കിയെടുക്കാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ ഇനി ഇതിനകത്ത് വലിയ അപ്ഡേഷൻസ് ഒന്നും വരത്തില്ല. അതായത് മേജറായിട്ടുള്ള സ്ട്രക്ചറിൽ ചേഞ്ച് ചെയ്തുള്ള അപ്ഡേഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. ചെറിയ മൈനർ അപ്ഡേഷൻസ് കൊണ്ടുവരും. ഓക്കെ, കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പോസ്റ്റ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ഗ്രൂപ്പിൽ. അൽഗോയിനെ ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു അപ്ഡേഷൻ ഞാൻ കൊണ്ടുവരുന്നുണ്ട് ഇതിനകത്ത്. ഇപ്പോൾ ഓൾറെഡി അൽഗോയായിട്ട് കണക്റ്റഡ് ആണ്, ബട്ട് അതിലും കുറച്ചുകൂടെയും സ്മൂത്തായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു കൺസെപ്റ്റ് കൂടി ആഡ് ചെയ്യുന്നുണ്ട് ഇതിനകത്ത്. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് ഈ ടൂളിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലെ സംഭവങ്ങൾ. ഇതിപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി എനിക്ക് ഇതിനകത്ത് പൈസയൊന്നും പോയിട്ടില്ല നോർമലി. അതായത് ഇത് ട്രേഡിംഗ് വ്യൂവിൽ ഞാൻ ഇതിൻ്റെ കോഡ് പഠിച്ചിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, ക്രിയേറ്റ് ചെയ്ത ടൂളാണ്. അപ്പം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആ കോഴ്സ് പഠിക്കാൻ വേണ്ടി എടുത്ത അന്നത്തെ, അതായത് 2020 ആണെന്ന് തോന്നുന്നു, അതായത് നല്ല രീതിയിൽ ഈ ടൂളിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഒരു ഇംഗ്ലീഷുകാരൻ്റെ കോഴ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിന് പോയ പൈസ കാണും. അല്ലാതെ പിന്നെ നമ്മൾ ഇതിനെ ലൈവിൽ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ കളയുന്ന പൈസ ഉണ്ടല്ലോ, അതും ഈ ടൂളിൻ്റെ തന്നെ പൈസ, അതായത് ഇതിനു വേണ്ടി തന്നെ മുടക്കിയ പൈസയാണ്. അതായത് നമ്മളിപ്പം ഒരു സ്ട്രാറ്റജി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ലൈവ് മാർക്കറ്റിൽ യൂസ് ചെയ്യുമ്പോൾ അതിനകത്ത് വരുന്ന മിസ്റ്റേക്കുകളിൽ വരുന്ന ലോസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഇതിൻ്റെ തന്നെ ഒരു ഇതാണ്, ലോസായിട്ട് തന്നെ കണക്കാക്കാം. അല്ലെങ്കിൽ ഈ ടൂളിന് നമ്മൾ കൊടുത്ത, അതായത് ഈ ടൂൾ ഉണ്ടാക്കാൻ വേണ്ടി കൊടുത്ത ഒരു എമൗണ്ട് ആയിട്ട് തന്നെയാണ് അതിനെ കണക്കാക്കാൻ പറ്റത്തുള്ളൂ അല്ലേ. അപ്പോൾ അതൊക്കെയാണ് ഈ ടൂളിൻ്റെ കാര്യം. പിന്നെ എൻ്റെ ട്രേഡിംഗ് ലൈഫിൽ സ്ട്രഗ്ലിംഗ് പീരീഡ് നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതിനെയൊക്കെ എങ്ങനെയാണ് നമ്മൾ തരണം ചെയ്തത് എന്നുള്ള കാര്യവും അതൊക്കെ കുറച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട മാറ്റർ തന്നെയാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതായത് ഒരു 3 വീഡിയോ ആയിട്ടുള്ളൊരു ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ഒരു ഫേസ് ടു ഫേസ് ആരെങ്കിലും കൊണ്ടൊരു വീഡിയോ ചെയ്യുന്ന ഒരു സെഷനാണ്. ഓക്കെ, അതിനകത്ത് നമ്മൾ ഇതിനകത്തേക്ക് വന്നത്, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനകത്ത് സ്ട്രഗ്ലിംഗ് പീരീഡ് എന്ന് പറയുന്ന ഒരു സമയമുണ്ടല്ലോ, എല്ലാവർക്കും ഉണ്ടാകത്തില്ല. നോർമലി ഞാനൊക്കെ വന്ന സമയത്ത് ഇൻഫർമേഷൻസ് ഞാൻ പറഞ്ഞില്ലേ വളരെ കുറവായിരുന്നു. അപ്പം ആവശ്യമില്ലാതെ നമ്മൾ ആദ്യം തന്നെ കുറേ പൈസയൊക്കെ എവിടെ നിന്നെങ്കിലൊക്കെ എടുത്തിട്ട്
ഒന്നും അറിയത്തില്ലാതെ ട്രേഡ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പം നോർമലി നമുക്ക് പണി മേടിക്കുമല്ലോ. അപ്പം ഈ വീഡിയോയ്ക്കകത്ത് ഞാൻ ഫസ്റ്റ് എങ്ങനെയാണ് വന്നതെന്നും അതുപോലെ രണ്ടാമത്തത് എങ്ങനെ സ്ട്രഗ്ലിംഗ് പീരീഡ് സ്റ്റാർട്ട് ചെയ്തത്, അതിൻ്റെ റീസണ് കാര്യങ്ങൾ, ചെയ്ത തെറ്റും കാര്യങ്ങളെല്ലാം അതിനകത്ത് വരും. പിന്നെ അതിൽ നിന്ന് നമ്മൾ കരകയറിയത് അല്ലെങ്കിൽ റിക്കവറി സ്റ്റേജ് എങ്ങനെയാണ് അതിനെ നമ്മൾ പ്രിപ്പയർ ചെയ്തതെന്നും അത് കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങനെ തിരിച്ച് കയറിയെന്നുള്ള വീഡിയോ ആണ് അതിനകത്ത് പറയുന്നത്. ഓക്കെ, ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇന്നത്തെ കാലത്ത് കുറച്ചുകൂടെയും നമുക്ക് ഈസിയാണ്. ഈസി മീൻസ് ഇൻഫർമേഷൻസ് നമുക്ക് നമ്മളുടെ ചുറ്റിനും ഉണ്ട്. ഗുഡ് ഇൻഫർമേഷൻസും ഉണ്ട്, ബാഡ് ഇൻഫർമേഷൻസും ഉണ്ട്. അല്ലെങ്കിൽ ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ ഇൻഫർമേഷൻ ആണ് ഇപ്പോൾ കിടക്കുന്നത്. ഓക്കെ, അതിനകത്തുനിന്ന് നിങ്ങൾ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളെ തപ്പിയെടുക്കുന്നതിലിരിക്കും നിങ്ങളുടെ ഈ പഠിക്കുന്നതിന് നിങ്ങൾ കൊടുക്കുന്ന സമയവും കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഹാപ്പി ട്രേഡിങ്.